പട്ടാമ്പിയിൽ മത്സ്യ മാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായാണ് ഈ പരിശോധന നടത്തിയത്. മത്സ്യ ഹോൾസെയിൽ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 2 പെട്ടി വിവിധ ഇനം പഴകിയ മത്സ്യങ്ങളാണ് കണ്ടെത്തിയത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭാഗമായി അവർ പിടിച്ചെടുത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് കർശന പിഴ ചുമത്തുകയും തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഇനിയും ഇതേപോലുള്ള പരിശോധനകൾ തുടരുകയും കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. VS ഗോകുലുണ്ട്. ഗോകുൽ, വലിയൊരു വിഷയമാണ് ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും ഇടപെടുന്നത്? എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ കച്ചവടക്കാർക്കെതിരെ? ഏതായാലും കച്ചവടക്കാർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പട്ടാമ്പി നഗരസഭയുടെ തീരുമാനം. പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് മത്സ്യ മാർക്കറ്റിൽ പരിശോധന നടത്തിയത്. മിന്നൽ പരിശോധനയിൽ വലിയ രീതിയിലുള്ള മത്സ്യം, അതായത് പഴകിയ മത്സ്യമാണ് കണ്ടെത്തിയത്. മത്സ്യ ഹോൾസെയിൽ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 2 പെട്ടി വിവിധ ഇനം പഴകിയ മത്സ്യങ്ങൾ കണ്ടെത്തി. ഇവ കണ്ടുകെട്ടി നശിപ്പിച്ചു. പഴകിയ മത്സ്യം സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത ഇവർക്കെതിരെ, ഈ കച്ചവടക്കാർക്കെതിരെ പിഴയടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ പറഞ്ഞു. ആദ്യഘട്ടം എന്ന നിലയിൽ പിഴയാണ് ഇവർക്കെതിരെ ചുമത്തുന്നത്. പിന്നീട് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കും കച്ചവടം നടത്താനായാണ് ഈ മത്സ്യം അതായത് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് അതിനുവേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി സൂക്ഷിച്ച മത്സ്യത്തിലാണ് ഇത്തരത്തിൽ പഴകിയ മത്സ്യങ്ങൾ കണ്ടെത്തിയത്. ശരി.